എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൊറോണയൊക്കെ നിങ്ങൾ കരുതിയിരിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. നമ്മുടെ ജീവിതം സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ കൊറോണയിൽ നിന്നും അകലം പാലിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് പലപ്പോഴായിട്ട് നമ്മളെല്ലാ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റു വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അല്ലേ? പിന്നെ സോപ്പ് ഉപയോഗിക്കണമെന്നും സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാമൂഹിക അകലം പാലിക്കണമെന്നും, അല്ലേ, ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. മാസ്ക് ധരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോഴൊക്കെ മാസ്ക് ധരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ നിങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷനിലേക്ക് ഒന്നും കടക്കുന്നില്ല. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ 8ാം ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ പാഠത്തിന്റെ 3 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇത് എനിക്ക് തോന്നുന്നു ഇത് 4ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ മൂന്ന് ക്ലാസ്സുകളും കണ്ട് ആ പാഠത്തെക്കുറിച്ച് നിങ്ങൾ ഏകദേശം നല്ലൊരു ഐഡിയ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അല്ലേ? നമ്മൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സൊക്കെ നമ്മൾ കുറെ ചിത്രങ്ങൾ വരയ്ക്കുകയും മുറിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി അടുത്ത ഭാഗങ്ങളിലേക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും കുറച്ച് നല്ല രസകരമായ കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറഞ്ഞു പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഏതായാലും നല്ല കുട്ടികളായിട്ടിരിക്കുക. എല്ലാവരുടെ കയ്യിലും പെൻസിലും പെന്നും ബുക്കും ഒക്കെ ഉണ്ടല്ലോ, നോട്ട് ബുക്കൊക്കെ ഉണ്ടല്ലോ. നോട്ടിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് നോക്കണേ. കാരണം നിങ്ങൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അധ്യാപകർക്ക് അത് കാണിച്ചു കൊടുക്കേണ്ടി വരും, നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നോട്ട് ബുക്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഏതായാലും ഞാൻ നമ്മുടെ ഈ പുതിയ സെഷനിലേക്ക് നിങ്ങൾ മുഴുവൻ ആൾക്കാരെയും ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദി ന്യൂ സെഷൻ ഓഫ് 8th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് ക്ലാസ്, ഓൺലൈൻ ക്ലാസ്. അവർ ചാപ്റ്റർ ഈസ്, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞു, അവർ ചാപ്റ്റർ ഈസ് ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങൾ. അപ്പൊ ഇന്ന് അതിന്റെ ഒരു സബ് ആയിട്ടുള്ള ഒരു കാര്യം, സബ് ഹെഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അത് കാര്യം ഇതാണ്, ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ എല്ലാവരും സൈഡ് ഹെഡിങ് ആയിട്ട് നോട്ട്ബുക്കിൽ, എല്ലാവരുടെ നോട്ട്ബുക്കിലും ഓരോരുത്തരും ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് എഴുതുക. മലയാളം മീഡിയം കുട്ടികൾ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് എഴുതുക. എന്താ എഴുതിയത്? ഐസോസെലസ് ട്രയാങ്കിൾ ഓർ സമപാർശ്വ ത്രികോണം. അല്ലോ. അപ്പൊ നമ്മൾ ഈ പാഠത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കുറെ ത്രികോണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ ഈ സമപാർശ്വ ത്രികോണത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ an equilateral, an isosceles triangle? എന്തിനെയാണ് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുക? കുറെ ആൾക്ക് അറിയാം. കുറെ ആൾ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതാ കുറെ ആൾക്കാർ അവിടെ നിന്നൊക്കെ പെറുപെറുക്കുന്നുണ്ട്. സം ഓഫ് ദ മർമറി. അവർ പറഞ്ഞു, സർ ഐ നോ ദാറ്റ്, അല്ലേ? ശരി, അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ഒരാളോട് ചോദിക്കട്ടെ. ശരി, നമ്മുടെ ക്ലാസ്സിലുള്ള സുഭാഷ്, സ്റ്റാൻഡ് അപ്പ് ദർ. അപ്പൊ എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ? വാട്ട് യു മീൻ ബൈ, എന്താണ് നിനക്ക് അറിയാവുന്ന തരത്തിൽ നീ ഒന്ന് പറഞ്ഞു. വാട്ട് ഈസ് ഐസോസെലസ് ട്രയാങ്കിൾ? മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ് സമപാർശ്വ ത്രികോണം? യെസ്, അതെ, അത് തന്നെ അയാൾ പറഞ്ഞു കഴിഞ്ഞു. അയാൾ എന്താ പറഞ്ഞെന്നറിയോ? സർ, ഇഫ് 2 sides of a triangle are equal, then that is known as isosceles triangle. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യമായാൽ അതിന് പറയുന്ന പേരാണ് എന്ത്? സമപാർശ്വ ത്രികോണം. ഇപ്പൊ എന്റെ കയ്യിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി ഞാനൊരു ത്രികോണമൊക്കെ മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്ത് ത്രികോണമായിരിക്കും? മറ്റൊന്നാട് തന്നെ പറയാൻ പറ്റും. ഇതിന്റെ 2 വശം തുല്യമാണ്. ഈ സൈഡും ഇതിന് കുറേ നീളമുണ്ട്, താഴത്തേക്കാൾ കൂടുതൽ നീളം ഈ ഭാഗത്തുണ്ട്. അപ്പൊ ഈ സൈഡും ഈക്വൽ നീളങ്ങളും, താഴത്തേത് കുറച്ച് ചെറുതും. അപ്പൊ എന്ന് പറഞ്ഞ് ഇവിടെ ഈ ട്രയാങ്കിളിന്റെ അകത്ത് ഇപ്പൊ എന്തായി? 2 വശങ്ങൾ തുല്യ നീളങ്ങളും 3ാമത്തെ വശം ചെറിയ നീളമായി. അപ്പൊ ഇതിന്റെ അർത്ഥം 2 വശങ്ങൾ തുല്യ നീളമുള്ളവയാണ്. അതുകൊണ്ട് ഈ ട്രയാങ്കിൾ എന്തായിരിക്കും? ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊരു പാർശ്വഭാഗങ്ങൾ സമമായി. നമ്മളിതൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ സമപാർശ്വ ത്രികോണം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള ഒരു വസ്തുവിന്റെ അകത്ത് സമപാർശ്വ ത്രികോണം ഉണ്ട്. അറിയോ? നിങ്ങൾക്ക് എവിടെയാണെന്നറിയോ? ആർക്ക് പറയാം? നിങ്ങളുടെ കയ്യിലുള്ള ഒരു വസ്തുവിന്റെ അകത്ത് ഇപ്പൊ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു സമപാർശ്വ ത്രികോണം നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ ഇരിക്കുന്നു. എവിടെ? അത് തന്നെ. എവിടെയാണെന്നറിയോ? നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ നിങ്ങൾക്കൊരു സമപാർശ്വ ത്രികോണം കാണാം. കണ്ടോ നിങ്ങൾ? എന്താ അത്? എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ അകത്ത് നമ്മൾ സെറ്റ് സ്ക്വയേഴ്സ് എന്നാ പറയാ. അതിന് സെറ്റ് സ്ക്വയേഴ്സ് എന്നിട്ട് രണ്ട് ത്രികോണങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അതിലുള്ള ഒരു ത്രികോണം, അത് 2 ഉണ്ടാവും. അതിലുള്ള ഒരു ത്രികോണം എന്റെ കയ്യിലുണ്ട്. ഇപ്പോ അതിലുള്ള ഒരു ത്രികോണം ഇതാ, കണ്ടില്ല? എല്ലാവരും നോക്കിക്കോ. ഇതാ ഈ ത്രികോണം എന്ത് ത്രികോണം എന്നറിയോ? എന്ത് ത്രികോണം ഇത്? ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. നോക്കിയതാ,
ഇതിൻ്റെ അകത്ത് ഈ സൈഡിന്റെ നീളോ ഈ സൈഡിന്റെ നീളം ഇവിടെ ഇപ്പം എഴുതി കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഇത് 8.9 സെന്റിമീറ്റർ ആണ്. ഇത് 9 സെന്റിമീറ്റർ ആണ്. ദിസ് ഇസ് ഓൾസോ 9 സെന്റിമീറ്റർ. ഇത് കുറച്ച് അധികം നീളം. അപ്പൊ രണ്ട് സൈഡ് തുല്യമായതുകൊണ്ട് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇതാണ്. ഇറ്റ്സ് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ ഫോർ an isosceles triangle. സമപാർശ്വ ത്രികോണത്തിന്റെ നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന ഈ സെറ്റ് സ്ക്വയർ. അപ്പൊ മനസ്സിലായി കഴിഞ്ഞു എന്താണ് സമപാർശ്വ ത്രികോണം. ശരി, അപ്പൊ ഏതായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ഒരു ഷെയറിങ് ചെയ്യാണ്. എൻ്റെ സ്ക്രീനിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. ശരി, സോ ഐ എം ഗോയിങ് ടു ഷെയർ മൈ സ്ക്രീൻ വിത്ത് യു. നോക്കാം എന്തൊക്കെയാ അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നതെന്നാണ് കാണാൻ പോകുന്നത്. ഓക്കെ, ശരി. അപ്പോൾ once again I welcome all of you to the only class 4 of 8th standard students. Our chapter is ശരി തുല്യ ത്രികോണങ്ങൾ or equal triangles. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഇതെല്ലാവരും അവരവരുടെ നോട്ട് ബുക്കിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കണം. എല്ലാവരും അവരുടെ നോട്ട് ബുക്കിൻ്റെ അകത്ത് എഴുതണം. എന്താ നോക്കാം, ഹെഡിങ് അല്ല, സബ് ഹെഡിങ് ആയിട്ട് എഴുതിക്കോളൂ. ഐസോസെൽസ് ട്രയാങ്കിൾ. മലയാളം മീഡിയം കുട്ടികൾ സമപാർശ്വ ത്രികോണങ്ങൾ. ശരി, അവിടെ ഞാൻ താഴെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. അവിടെ താഴെ പിന്നെ ഒരു ത്രികോണം കാണുന്നുണ്ട്. ഒരു ത്രികോണം വരച്ചിട്ട് കാണുന്നുണ്ട്. എന്താ അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത്? ABC എന്ന ട്രയാങ്കിളിൻ്റെ അകത്ത് AB-ന്റെ സൈഡ് പറഞ്ഞിട്ടില്ല, എത്രയാണെന്ന് എഴുതിയിട്ടില്ല. മറ്റേ AC എത്ര? AC നീളം 6 സെന്റിമീറ്റർ ആൻഡ് BC നീളം 6 സെന്റിമീറ്റർ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സൈഡും ഈക്വൽ ആയി. അപ്പൊ രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഇതെന്തായി? ഇതൊരു സമപാർശ്വ ത്രികോണമായി. ഇതൊരു സമപാർശ്വ ത്രികോണമാണ് അല്ലെ? രണ്ട് സൈഡ് ഈക്വൽ ആയി. അപ്പൊ നമ്മൾ എന്താ ഇതിന് താഴെ എഴുതി നോക്കാം. അതാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും നോട്ട് ബുക്ക് എഴുതിയിരിക്കണേ. ഞാൻ അതൊന്ന് വായിക്കാം. ഇഫ് ടു സൈഡ്സ്, ഇത് സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകതകളാണ് എഴുതിയിരിക്കുന്നത്. ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ എന്താണെന്നറിയോ? The angle opposite to that side also equal. The angle opposite to these sides are also equal. എന്ന് പറഞ്ഞ ഈ ചിത്രത്തിന്റെ അകത്ത് ABC-ന്റെ നീളം 6 ആണ്, BC-ന്റെ നീളം 6 ആണ്. അപ്പൊ എന്താ പറയുന്നത്? അങ്ങനെ ആണെങ്കിൽ AC-ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ആംഗിൾ ബിയും അതുപോലെ BC-ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ എയും ഇത് രണ്ടും എന്തായിരിക്കും പറയുന്നത്? ഈക്വൽ ആയിരിക്കും. എളുപ്പല്ലേ? കാര്യം മനസ്സിലായല്ലോ. അതായത് ഒരു ട്രയാങ്കിളിന്റെ അകത്ത് രണ്ട് സൈഡ് ഈക്വൽ ആംഗിൾ, ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ആംഗിളും ഈ സൈഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ചിത്രത്തിന്റെ അത് കാണാനുണ്ട് ഞങ്ങൾക്ക്. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ മറ്റൊരു എന്റെ കൈ നോക്കിക്കോ, കാണുന്നുണ്ട് നിങ്ങളത്? ചെറുതാകുമ്പോൾ കാണാൻ പ്രയാസം ഉണ്ടാവും അല്ലെ? ശരി, ഏതായാലും അതിന്റെ അകത്ത് രണ്ട് സൈഡ് ഈക്വൽ ആംഗിൾ, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ആംഗിളും, ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഞാൻ ഇത് തൊട്ട് പിടിച്ചിരിക്കുന്നത്. ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇപ്പൊ മനസ്സിലായല്ലോ. ഇപ്പൊ ഇനി ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്ന ഒരു ട്രയാങ്കിളിന്റെ ഇതിന്റെ അത് ഏതോ രണ്ട് ആംഗിൾ തുല്യമായിട്ടുണ്ട്. ഏത്? കാരണം ഈ സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ആംഗിളും, ഇപ്പൊ ഞാൻ തൊട്ട് പിടിച്ചിരിക്കുന്ന രണ്ട് ആംഗിൾ, ബേസിലുള്ള രണ്ട് ആംഗിൾ അല്ലെ, പാദത്തിലുള്ള രണ്ട് ആംഗിളുകൾ, ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്നാൽ ഈ ട്രയാങ്കിൾ ഇങ്ങനെ മാത്രമേ നിൽക്കുള്ളൂ. അതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ വെച്ചൂടെ? ഇങ്ങനെ വെക്കുമ്പോൾ ഏതൊക്കെ സൈഡ് ഈക്വലി? ഇത് ഈക്വല് അല്ലെ? ശരി, അതൊരു കാര്യം ചെയ്യാം. ഞാനത് അപ്പൊ ഈ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്താ ഈ ഐഡിയ? നമ്മൾ പറഞ്ഞെന്താ? ഈ ഐഡിയ പ്രകാരം പറഞ്ഞത് ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, രണ്ട് സൈഡ് തുല്യമാണെങ്കിൽ ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദീസ് സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ആംഗിൾ തുല്യമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാണ്. എല്ലാവരും എഴുതി വെച്ചില്ലേ? ഇതൊരു പ്രത്യേകത. ശരി, ഞാൻ ഇത് ഷെയറിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ആ കാര്യം ഒന്ന് പറയാൻ പോവാണ്. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്? അതായത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് തുല്യമാണെങ്കിൽ, അതായത് രണ്ട് സൈഡ് തുല്യം, ഈ സൈഡും തുല്യമാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടുത്തെ ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടുത്തെ ആംഗിളും എന്തായിരിക്കും? അതായത് ഈ രണ്ട് തൊട്ട് പിടിച്ച രണ്ട് ആംഗിളുകൾ, ഈ രണ്ട് ആംഗിളുകൾ എന്തായിരിക്കും? ഞാൻ ഇപ്പൊ തൊട്ടിരിക്കുന്ന രണ്ട് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ഇനി ഇതിപ്പോ ഇങ്ങനെ പറ്റുള്ളൂ. ഇനി ഇങ്ങനെ നമുക്ക് വെച്ചൂടെ? ഇങ്ങനെ നോക്കുമ്പോൾ ഏതൊരു സൈഡ് ആയിക്കോളി? ഈ സൈഡും ആയിക്കോളി. അപ്പൊ എന്താ നമ്മൾ പറയാ? ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ആംഗിളും, ഈ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. മറ്റൊരു പറയാം, ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചത് റെഡ് ട്രയാങ്കിൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പൊ ഈ സൈഡും ഈക്വൽ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള
ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ആംഗിളും പിന്നെ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ആംഗിളും എന്തായിരിക്കും? ഇപ്പൊ ഞാൻ തൊട്ട് പിടിച്ചിരിക്കുന്ന രണ്ട് ആംഗിളുകൾ, ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്നാൽ തിരിച്ചിട്ട് ഇങ്ങനെ ട്രയാംഗിൾ ഇങ്ങനെ വരൂലേ? ഇങ്ങനെ വരുമ്പോഴേ അതിലെ ആംഗിൾ ഈക്വൽ ആവുക. ഇപ്പൊ ഈ രണ്ട് സൈഡും ഈക്വൽ, ഇതും ഈക്വൽ, ഇതും ഈക്വൽ, ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈക്വൽ. അപ്പൊ എന്താ ഉണ്ടാവുക? ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും, അപ്പൊ ഏതെല്ലാം ആംഗിൾ തുല്യം? ഇത് വരും തുല്യം. ഇപ്പൊ തൊട്ടിരിക്കുന്ന ഈ രണ്ട്, ഞാൻ തൊട്ട് പിടിച്ചിരിക്കുന്ന ഈ രണ്ട് ആംഗിളുകളാണ് ഇവിടെ തുല്യം. മനസ്സിലാവുന്നതാ? ഇനിയിപ്പോ ഇങ്ങനെ വരൂലേ? ഇങ്ങനെ വന്നൂടെ ട്രയാംഗിൾ? തിരിച്ചിട്ട് ഇങ്ങനെ വെച്ചൂടെ? അപ്പൊ നമ്മൾ നോക്കണം ഏതെല്ലാം സൈഡ് ഈക്വൽ. ഇപ്പൊ ഈ രണ്ട് സൈഡ് ഈക്വൽ ആകുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ആംഗിളും തുല്യം. ഇത് രണ്ട് ആംഗിളും തുല്യം. അപ്പൊ ഇത്രേ കാര്യമുള്ളൂ. എന്താ ഞാൻ പറഞ്ഞ അർത്ഥത്തിലേ ഉള്ളൂ. ഒരു ട്രയാംഗിളിന്റെ രണ്ട് സൈഡ് തുല്യമാണെങ്കിൽ, രണ്ട് സൈഡുകൾ തുല്യമാണെങ്കിൽ ആ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ അവിടെ കണ്ടത്, നമ്മൾ പിന്നെ സ്ക്രീനിൽ നമ്മൾ കണ്ടത് അതാണ്. അപ്പൊ അതൊന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു അല്ലേ? ശരി. അപ്പൊ എല്ലാവരും നോട്ട്ബുക്കിൽ അത് എഴുതിയല്ലോ? എല്ലാവരും നോട്ട്ബുക്കിന്റെ അകത്ത് എഴുതിയിരിക്കണേ. എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ അകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ശരി. അപ്പൊ ഈ രണ്ട് കാര്യം നമ്മൾ എഴുതി വെച്ചു. ഇനി അത് തിരിച്ചു പറയാം. എല്ലാവരും നോക്കിയേ. അടുത്ത കാര്യം എന്താ? അടുത്ത കാര്യം അടുത്തത് അടുത്ത കാര്യം നമ്മുടെ സ്റ്റോപ്പ് ഷെയറിങ്. അപ്പൊ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ രണ്ട് സൈഡ് തുല്യാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡ് തുല്യമാണെങ്കിൽ അതിന്റെ ആംഗിൾ തുല്യാന്ന് പറഞ്ഞു. നമുക്ക് തിരിച്ചിട്ടൊന്ന് ആലോചിച്ചൂടെ? അതിന് അടുത്ത സ്ക്രീനിലേക്ക് വരുവാണ്. തിരിച്ചിട്ടൊന്ന് ആലോചിച്ചൂടെ? എന്താ അവിടെ എഴുതി നോക്കിയട്ടെ എല്ലാവരും? ഇതൊന്ന് എഴുതിയെടുക്കാം. എന്താ എഴുതിക്കുന്നത്? ഇഫ് ടു ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ. ഒരു ട്രയാംഗിളിന്റെ രണ്ട് ആംഗിൾ തുല്യമാണെങ്കിൽ എന്താ സംഭവിക്കുക? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദീസ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലെ? ഇപ്പൊ നേരത്തെ പറഞ്ഞത് രണ്ട് വശം തുല്യമാണെങ്കിൽ ആ രണ്ട് വശങ്ങളുടെയും ഓപ്പോസിറ്റ് ആംഗിൾ തുല്യാന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ പറയുന്നത്? രണ്ട് ആംഗിൾ തിരിച്ചിട്ടെന്ന് പറഞ്ഞു. അതായത് ഇയാളുടെ മകനാണ് അയാളെങ്കിൽ അയാളുടെ അച്ഛനാണ് ഇയാളെന്ന് പറയില്ലേ? എന്ന് പറഞ്ഞ പോലെ തിരിച്ചിട്ടെന്ന് പറയും. ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത്? ഇവിടെ രണ്ട് ആംഗിൾ തുല്യമാണെങ്കിൽ ആ ആംഗിളുകളുടെ ഓപ്പോസിറ്റ് സൈഡുകൾ തുല്യമായിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് ഇത് രണ്ടും അപ്പൊ ഈക്വൽ ആകും. ഈ നീളം ഈക്വൽ. ഈ രണ്ട് ആംഗിൾ തുല്യമാണെങ്കിൽ ഈ നീളം ഈക്വൽ. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരേ കാര്യം തന്നെ രണ്ട് തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞത് സൈഡ് തുല്യമാണെങ്കിൽ ആംഗിളുകൾ തുല്യം, ഓപ്പോസിറ്റ് ആംഗിളുകൾ തുല്യമാണ്. ഇപ്പൊ എന്താ പറയുന്നത്? രണ്ട് ആംഗിൾ തുല്യമാണെങ്കിൽ ഇവയുടെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ എല്ലാവരും ഇതൊന്ന് എഴുതിയെടുത്തോ. ഇത് അടുത്ത പ്രോപ്പർട്ടി. ഇഫ് ടു ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ ദെൻ ദി സൈഡ് ഓപ്പോസിറ്റ് ടു ദീസ് ആംഗിൾസ് ആർ ഈക്വൽ. പിന്നെന്താ പറയുന്നത്? ഒരു ത്രികോണത്തിന്റെ മലയാളം ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ ഈ കോണുകളുടെ എതിർവശങ്ങളും തുല്യമാണ്. ശരി. അതായത് ഈ ചോദ്യം നോക്കാം. ഇതിന്റെ അതേ ത്രികോണം ABC, നിങ്ങളൊരു ചിത്രം അവിടെ കാണുന്നുണ്ട്, ട്രയാംഗിൾ. നമുക്ക് അതിനെ കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ ഇപ്പൊ ഏതെല്ലാം ആംഗിളാ തുല്യമാവുക? 6ന്റെ ഓപ്പോസിറ്റ് ആയതാ ഈ 6 എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ ബിയും പിന്നെ BCയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എയും തുല്യം. തിരിച്ചിട്ട് പറഞ്ഞാൽ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള AC യും ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള BCയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അവിടെ കാണുന്നുണ്ടല്ലോ 6 6. ഇനി എൻ്റെ ഒരു ചോദ്യം കേട്ടോളെ, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നോട്ടെ. ശരി, ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നുണ്ട്, നോക്കാം. അപ്പൊ ഇതൊരു 40 ഡിഗ്രി ആണെന്ന് ഇരിക്കട്ടെ. എന്നാല് ബാക്കിയുള്ള ആംഗിൾ എല്ലാം എത്രയാന്ന് പറയണം. എല്ലാവരും ഒന്ന് പിന്നെ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ലുക്ക് അറ്റ് ദ പിക്ചർ ഓൺ ദ സ്ക്രീൻ. അതിൻ്റെ അകത്ത് വൺ ആംഗിൾ ഈസ് ഗിവൺ ആസ് 40 ഡിഗ്രി. രണ്ട് സൈഡ് ബോത്ത് ആർ ഈക്വൽ എന്നാണ് കാണിച്ചിട്ടുണ്ട്. നിങ്ങളോട് പറയുന്ന ക്വസ്റ്റ്യൻ എന്ത്? പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇൻ എ ട്രയാംഗിൾ ABC, ക്വസ്റ്റ്യൻ പറയട്ടെ. ഇൻ എ ട്രയാംഗിൾ ABC, AC equal to 6 cm, BC equal to 6 cm and angle A equal to 40 degree. Find the measure of other two angles. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ട്രയാംഗിളിന്റെ ABC എന്ന ട്രയാംഗിളിൽ AC-യുടെ നീളം 6 cm, BC-യുടെ നീളം 6 cm, ആംഗിൾ എന്റെ അളവ് 40 ഡിഗ്രി. എന്നാൽ
മറ്റ് രണ്ട് ആംഗിളുകൾ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചൂടെ? ഉത്തരം കിട്ടിയില്ലേ? കുറെ ഒക്കെ അതിന്റെ ആൻസർ കിട്ടി. എന്താ ആൻസർ? ഈ 6ന്റെ ഓപ്പോസിറ്റ് ഇതാ അല്ലെ? ഇവിടുത്തെ 6ന്റെ ഓപ്പോസിറ്റ്, ഈ 6ന്റെ ഓപ്പോസിറ്റ് 40 ആണെങ്കിൽ ഈ 6ന്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 40 തന്നെയായിരിക്കും. അപ്പൊ ആ കാരണം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ആ കാരണം വെച്ചിട്ട് നമുക്ക് പറയാം ആംഗിൾ ബിന്റെ അളവ്, ആംഗിൾ ബിന്റെ അളവ് എത്ര തന്നെ? ആംഗിൾ ബിന്റെ അളവും 40. കാരണം 6ന്റെ ഓപ്പോസിറ്റ് 40, 6ന്റെ. അപ്പൊ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ സിന്റെ അളവ് കണ്ടുപിടിച്ചൂടെ? എത്രയായിരിക്കും ആംഗിൾ സിന്റെ അളവ്? കാരണം നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം ആംഗിൾ സിന്റെ അളവ് ഇവിടെ പറയാൻ പറ്റും. എത്രയായിരിക്കും നോക്കാം. എത്രയായിരിക്കും ആംഗിൾ സിന്റെ അളവ് എന്ന് പറയുന്നത്? ടോട്ടൽ 180 അല്ലേ? അപ്പൊ 40 80 ഡിഗ്രി ആയില്ലേ? ബാക്കിയല്ലേ അവിടെ ഉണ്ടാവുക. അപ്പൊ ആംഗിൾ സി എത്രയൊക്കെ ഉണ്ടാവുക? ബാക്കി അവിടെ ഉണ്ടാകുന്നത് ആംഗിൾ സിന്റെ അളവ് ഈസ് എത്ര? 100 ഡിഗ്രി. കാര്യം മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പം നമുക്ക് കാര്യം പറയാൻ പോകുന്നത്, രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അവയുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. തിരിച്ചിട്ടൊന്നും കൂടി പറഞ്ഞു, അതിനെ തിരിച്ചിട്ടൊന്ന് പറഞ്ഞു, അതിന്റെ കോൺവേഴ്സ് പോലെ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഈ 2 ആംഗിൾസ് ആർ 40 ആംഗിൾ ആണ് തരുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ ഈ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കാം അല്ലോ. മലയാളത്തിൽ ഒന്നുകൂടി പറഞ്ഞാൽ, രണ്ട് സൈഡ് തുല്യമാണെങ്കിൽ അവയുടെ ഓപ്പോസിറ്റ് ആംഗിളുകൾ തുല്യമാണ്. തിരിച്ചിട്ട് രണ്ട് ആംഗിൾ തുല്യമാണെങ്കിൽ അവയുടെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. മനസ്സിലായിട്ടുണ്ടല്ലോ? ശരി, ഞാൻ നെക്സ്റ്റ് കാര്യത്തിലേക്ക് കടക്കാണ്. ശരി, അടുത്ത പറയാൻ പോകുന്നത് സമഭുജ ത്രികോണം. എന്താ, നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാം. ഇതിന്റെ പേരാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഏതിനെ നമ്മൾ സമഭുജ ത്രികോണം എന്ന് പറയാ? അതിന്റെ എല്ലാ സൈഡ് ഈക്വൽ ആവും. ഇപ്പൊ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ആ പിക്ചർ മാത്രം നോക്കിയേ. ഒരു ട്രയാങ്കിളിന്റെ പിക്ചർ ഇസ് ദർ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? എല്ലാ സൈഡും ട്രയാങ്കിൾ എ ബി സിന്റെ 3 സൈഡ് ഉണ്ട്. 3 സൈഡും 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ഈച്ച്. അപ്പോ ദാറ്റ് ട്രയാങ്കിൾ ഈസ് എ പിക്ചർ ഓഫ്, ദാറ്റ് ഈസ് എ പിക്ചർ ഓഫ് എ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഒരു സമഭുജ ത്രികോണത്തിന്റെ ചിത്രമാണെന്ന് മനസ്സിലായി. ഇനി അതിനകത്തുള്ള ആംഗിൾ എന്തെല്ലായിരിക്കും പറയാമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 4ഉം ഈ 4 ഇത് 4ഉം 4 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. ഇനിയിപ്പോ ഇത് രണ്ടും 4 ആകുമ്പോ അല്ലെ, ഇത് രണ്ടും 4 ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഈക്വൽ ആണ്. ഇനി ഈ സൈഡിൽ രണ്ട് 4 ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഈക്വൽ ആണ്. ഫലത്തിൽ എന്താ അതിന്റെ അർത്ഥം? എല്ലാ ആംഗിളുകളും എന്താവണം? ഈക്വൽ ആവണം. അല്ല നമുക്കറിയാം സമഭുജ ത്രികോണത്തിന്റെ അകത്ത് എല്ലാ വശങ്ങളും തുല്യമാണ്, എല്ലാ ആംഗിളുകളും തുല്യമാണ് നമുക്കറിയാം. അപ്പൊ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ all sides are equal and all angles are equal. അപ്പൊ ടോട്ടൽ എത്രയാണെന്ന് നമുക്കറിയാം. സം ഓഫ് മെഷർ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി എന്നറിയാം. എല്ലാം കൂടി കൂട്ടിയാൽ ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ ആകെത്തുക 180 ഡിഗ്രി, 180 ഡിഗ്രി 180 ഡിഗ്രി എന്നറിയാം. അപ്പൊ തുല്യാവും വേണം, 3 എണ്ണം ഉണ്ട് തന്നെ. അപ്പൊ 180ന്റെ 1/3 പോർഷൻ 1/3 പോർഷൻ ഓഫ് 1/3 ഓഫ് 180 എത്രയായിരുന്നു? അപ്പൊ ഓരോ ആംഗിളും എത്രയായിരിക്കും? 60 ആയിരിക്കും. അതാണ് ഇപ്പൊ അവിടെ എഴുതിയിട്ടുണ്ട് അവിടെ തന്നെ. അപ്പൊ ഈ ആംഗിൾ സിന്റെ അളവ് 60 ആയിരിക്കും. പിന്നെ ആംഗിൾ ബിന്റെ അളവും 60 ആയിരിക്കും. പിന്നെ ആംഗിൾ എന്റെ അളവും 60 ആയിരിക്കും. അപ്പൊ അതാണ് അവിടെ എഴുതി. ഇൻ ആൻ ഇക്വലാറ്ററൽ ആംഗിൾ ഓൾ ആംഗിൾസ് ആർ 60 ഡിഗ്രി. മലയാളത്തിൽ പറഞ്ഞാൽ ഏതൊരു സമഭുജ ത്രികോണത്തിന്റെ അകത്തും കോണുകളെല്ലാം എത്ര ഡിഗ്രി വീതമായിരിക്കും? 60 ഡിഗ്രി വീതമായിരിക്കും. ശരി, എല്ലാവരും എഴുതിയെടുക്കുന്നുണ്ടല്ലോ, വെറുതെ നോക്കിയിരിക്കല്ലേ. വെറുതെ തമാശ മാജിക് കാണുന്ന പോലെ കണ്ടിരിക്കാൻ പാടില്ലേ. ഇതൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ അകത്ത് ഉണ്ടായിരിക്കണം. ശരി, ഞാൻ അടുത്ത കാര്യത്തിൽ കിടക്കണേ. അടുത്തത് നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള കുറെ ചോദ്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള 2-3 കാര്യങ്ങളെ ചെറിയ സിമ്പിളായ കാര്യങ്ങളെ ഇന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഇതൊക്കെ ഒന്ന് എഴുതി വെക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുള്ളവർക്ക് ടെക്സ്റ്റ് ബുക്ക് കാണാം. എന്താ ചോദ്യം എന്താ നോക്കാം. ചുവടെ കുറെ സമപാർശ്വ ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട്. കുറെ ഐസോസെലസ് ട്രയാങ്കിൾസ് ആർ ഗിവൺ ബിലോ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. സം ഐസോസെലസ് ട്രയാങ്കിൾസ് ആർ ഗിവൺ ബിലോ. എന്താ കണ്ടിരിക്കേണ്ടത്? ഓരോന്നിന്റെ അകത്തും ഒരു കോൺ വീതം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ആംഗിൾ ഈസ് അല്ല, ഈച്ച് ഫിഗേഴ്സ് 1 ആംഗിൾ ഈസ് ഗിവൺ. ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് വേണം? നേരത്തെ നമ്മൾ ഒരു പ്രോബ്ലം ഇപ്പം ഞാൻ ചെയ്തു വെച്ച് നിങ്ങൾ കാണിച്ചു നേരത്തെ. മറ്റു കോണുകൾ കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ അതർ 2 ആംഗിൾസ്. നമുക്ക് നോക്കാം. ശരി, എല്ലാവരും ശ്രദ്ധയും ബോർഡിലേക്ക്, എല്ലാവരും ശ്രദ്ധയും സ്ക്രീനിലേക്കാണേ. നോക്കാം. ഇനി നമുക്കൊരു പേര് കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെല്ലാം ഒരു പേര് കൊടുക്കലാണ്. അപ്പൊ ഞാനിപ്പോ ഇതിന് കൊടുക്കുന്ന പേര് എ, ഈ വെർട്ടെക്സിന് ഈ മൂലക്ക് കൊടുക്കുന്ന പേര് ബി, ഈ മൂലക്ക് കൊടുക്കുന്ന പേര് സി. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ എ ബി സി ആയി. അല്ലേ? അത് നമുക്ക് നോക്കാം. ഇതിലിപ്പോ 2 സൈഡ് ഈക്വൽ ആണെന്ന് ചിത്രം നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഏതെല്ലാം സൈഡ് ഈക്വല് അറിയില്ലേ? അവിടെ ഇരിക്കുന്ന രാജീവ് എത്രയാ? ഏതെല്ലാം സൈഡ് ഈക്വല്? നീ പറഞ്ഞേ. അവൻ പറയുന്നത് എ സിന്റെ നീളവും ബി സിന്റെ നീളവും ഇവിടെ ഈക്വൽ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ 2 സൈഡ് ഈക്വൽ, എ സി ഈക്വൽ ടു ബി സി. ഉത്തരം പറയണേ.
ഇനി നമുക്കിനി ആംഗിൾ നോക്കാം. എന്താ ആംഗിൾ നോക്കാം? ഈ ബി സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ 30 കാണുന്നുണ്ട്. ഇവന്റെ ഓപ്പോസിറ്റ് ബി സി, ഇതാ ഞാൻ ഗേഴ്സർ പോകുന്ന നോക്കണേ. ബി സിന്റെ ഓപ്പോസിറ്റ് 30. അപ്പൊ അവന്റെ ഈക്വൽ ആയിട്ടുള്ള എ സിന്റെ ഓപ്പോസിറ്റ് പോകുന്ന ഈ ആംഗിൾ ബി എത്ര തന്നെയായിരിക്കും? ഇത് എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? ഇത് 30 ആയിരിക്കും. ഉറപ്പല്ലേ? കാരണം രണ്ട് സൈഡ് ഈക്വൽ, എ സി ഈക്വൽ നമ്മളിപ്പം പഠിച്ചു വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡ് തുല്യമാണെങ്കിൽ ആ സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പഠിച്ചിട്ടുണ്ട്. രണ്ട് സൈഡ് തുല്യമാണെങ്കിൽ, രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അവയുടെ എതിർ കോണുകൾ തുല്യമാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് 30, ഇത് എ സിയും ബി സിയും തുല്യം. അപ്പൊ എ സിക്ക് ബി സിക്ക് ഓപ്പോസിറ്റ് 30 നാളെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എ സിന്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 13 ആയിരിക്കും. ഇനി അങ്ങനെ ആംഗിൾ സി എത്ര? ഇനി അത് നമ്മുടെ അതാ ചോദിക്കുന്നത്. ആംഗിൾ സി എത്ര? ടോട്ടൽ എത്രയാ? 30 60 ബാക്കിയെല്ലാം ഉണ്ടാവുക 180 ആണ് ടോട്ടൽ. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി അവിടുത്തെ അളവ് എത്രയായിരിക്കും? 120 ആയിരിക്കും. അപ്പൊ അവിടുത്തെ അളവ്, ആ ആംഗിളിന്റെ അളവ് അല്ല മെഷർമെന്റ് ഈസ് 120. എളുപ്പമാണല്ലോ, സിമ്പിൾ അല്ലേ കാര്യം? ശരി, ഞാൻ സമയം കളയാതെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം. അപ്പൊ ആദ്യം നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ഞാൻ ഈ പേര് കൊടുക്കുന്നത് പി ക്യു ആർ എന്നാണ്. ഇതിനെ പി എന്ന് കൊടുത്തു. ഈ സൈഡിന് ഞാനൊരു ക്യൂ എന്ന് കൊടുത്തു. ഈ സൈഡിന് ഞാനൊരു ആർ എന്ന് പേര് കൊടുത്തു. സൈഡല്ല, വെർട്ടെക്സ്. അപ്പൊ ഇനി പിന്നെ അത് ഏതെല്ലാം സൈഡ് ഈക്വല്? ഒറ്റ നോട്ടത്തിൽ തോന്നുന്നുണ്ട്. ഏതെല്ലാം സൈഡ് ഈക്വല്? പറയട്ടെ, ഞാൻ പറയണേ, നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇത് ഈ സൈഡ് ഈക്വൽ. അതായത് പി ആർ ആൻഡ് ക്യു ആർ ഈക്വൽ. ഒരു ആംഗിൾ 40 തന്നിട്ടുണ്ട്. ഒരു ആംഗിൾ 40 തന്നിട്ടുണ്ട്. അപ്പം ബാക്കി ആംഗിൾ എത്രയാണെന്ന് കണ്ടിട്ടുണ്ട്. കിട്ടിയോ? കുറെ ആൾക്ക് കിട്ടി. ഇതൊരു കളി പോലെയല്ലേ ഇതല്ലോ, അല്ലേ? ഇതൊരു ഗെയിം അല്ലേ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാറോ. അപ്പൊ എന്താ ഉണ്ടാവുക? അപ്പൊ എങ്ങനെയായി പിന്നെ ആൻസർ കിട്ടുക നോക്കാം നമുക്ക്. അപ്പൊ ആൻസർ ഈസ് എത്ര? ഈ പി ക്യൂന്റെ ഓപ്പോസിറ്റും ഈ ക്യു ആറിന്റെ ഓപ്പോസിറ്റ്, അതായത് ഇവിടുത്തെ ആംഗിളും ആംഗിൾ പിയും ആംഗിൾ ക്യൂവിനും ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? അത് രണ്ടാളും ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകളാണ്. അല്ലെ? ഈ തുല്യവശത്തിന്റെ എതിർകോണുകളാണ്. അപ്പൊ അവ രണ്ടും എന്താവണം? തുല്യമാവണം. അപ്പൊ ഇവിടെ ഇപ്പൊ ടോട്ടൽ അവിടെ ഇപ്പൊ മേലത്തെ ആംഗിൾ എത്ര തന്നിട്ടുണ്ട്? 40 തന്നിട്ടുണ്ട്. ആകെ എത്ര? ആകെ 150 ആണ്, 180 ആണ്. അപ്പൊ 40 കഴിഞ്ഞിട്ട് ബാക്കി എത്ര വേണം? ബാക്കി 140 വേണം, 140 വേണം. അപ്പൊ ആ 140 ഈക്വൽ ആയിട്ട് രണ്ട് ഭാഗത്തായിട്ട് പോകണം. എവിടെയും പോകണം? ആംഗിൾ പിയിലും പോകണം, ആംഗിൾ. അപ്പോ രണ്ട് ഭാഗത്തും തുല്യമായി പോകുമ്പോൾ 140 പകുതി ആക്കുക. അപ്പൊ എത്ര ഉണ്ടാവുക? ഇവിടെ 70 ഉണ്ടാവും. ഇവിടെ എത്ര ഉണ്ടാവും? 70 ഉണ്ടാവും. കാരണം ഇവിടെ 40 കഴിഞ്ഞ് ബാക്കി 140 രണ്ട് ഈക്വൽ പാർട്ടായിട്ട് പോകണം, ഈക്വൽ പോർഷൻ ആയിട്ട് പോകണം. രണ്ട് അല്ലെ, ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ട് പോകണം. അപ്പൊ 140 പകുതി 70, ഇവിടെ 70. അപ്പൊ ടോട്ടൽ ശരിയായില്ലേ? അപ്പൊ 70 + 40 = 180. ആയില്ലേ? ശരി, എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കണേ. അടുത്ത പിക്ചറിന്റെ ഞാൻ പേര് കൊടുക്കുന്നത്, ഇവർക്ക് നമുക്ക് പേര് കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നത് LMN എന്നാണ് പേര് കൊടുക്കുന്നത്. ഇത് L, ഇതിനെ ഞാൻ M കൊടുത്തു, ഇതിനെ ഞാൻ N എന്ന് കൊടുത്തു. ശരി, ഏതെല്ലാം സൈഡാ ഈക്വൽ? ഒറ്റ നോട്ടത്തിൽ പറയാം, ചിത്രത്തിൽ കാണുമ്പോൾ തിരിയുന്നുണ്ട്. ഇത് ഈ സൈഡും ഈക്വൽ. LM ഉം LN ഉം ഈക്വൽ. അപ്പൊ അവരുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആയത്, ഇവന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയിട്ടുള്ള ആംഗിൾ N ഉം, പിന്നെ ഇവന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള ഏത് ആംഗിൾ N ഉം എന്താവണം? അപ്പൊ ഈ ആംഗിളും എന്താവണം? ഈക്വൽ ആവണം, അല്ലേ? കാരണം മനസ്സിലാവുന്നുണ്ടല്ലോ. LMന്റെ ഓപ്പോസിറ്റ് ആണ് ആംഗിൾ N, LNന്റെ ഓപ്പോസിറ്റ് ആണ് ആംഗിൾ M. കേസർ പോകുന്ന കാണുന്നുണ്ട് നിങ്ങൾ. അപ്പൊ ഈടെ ഇപ്പൊ 20 ആയിട്ടുണ്ട്, 20 ഈട് തന്നിട്ടുണ്ട്. ബാക്കി എത്ര? ബാക്കി 180. അല്ല, ബാക്കി 180 ആണ് ടോട്ടൽ. ബാക്കി 160 ആണ്, 160 ആണ്. അപ്പൊ 160 പപ്പാതിയായിട്ട് പോകണം. അപ്പൊ എത്ര ഉണ്ടാവുന്ന ഇവിടെ എത്ര ഉണ്ടാവും? ഇവിടെ ഉണ്ടാവുന്നത് 80 ആയിരിക്കും. ഇവിടെ എത്ര തന്നെ? ഇവിടെയും 80 തന്നെ. അപ്പൊ 80 160, 160 20 150. കിട്ടിയല്ലോ? ശരി, ഞാൻ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കണം. അടുത്ത ചോദ്യം നമുക്ക് അതിനൊരു പേര് കൊടുക്കണം. എന്താ അതിന് പേര് കൊടുക്കുന്നത്? ഞാൻ XYZ എന്നാണ് പേര് കൊടുക്കുന്നത്. അപ്പൊ ഈ സൈഡിന് ഇവിടുത്തെ സൈഡിന് X എന്നും, ഇവിടുത്തെ സൈഡിന് Y എന്നും, ഇവിടുത്തെ സൈഡിന് Z എന്നും പറയും. സൈഡല്ല, വെർട്ടെക്സ്. അപ്പൊ അത് ട്രയാങ്കിൾ XYZ ആയി. നോക്കാം ഏതെല്ലാം സൈഡ് ഈക്വൽ കാണുമ്പോൾ തിരിയുന്നുണ്ട്. ഇവിടെ ഇപ്പോ ഏതെല്ലാം സൈഡ് ഈക്വൽ? ഈ സൈഡും വന്നിട്ട് ഈക്വൽ ആയിട്ടുണ്ടാവുക. അത് കാണുമ്പോൾ അറിയാലോ, XZ കുറച്ചും കൂടി സ്മോളർ ദാൻ അതർ ടു സൈഡ്സ്. അപ്പൊ ഇപ്പൊ ഏതെല്ലാം ആംഗിളാ തുല്യമാവേണ്ടത്? ഇതാ നോക്കോ, ഏതെല്ലാം ആംഗിളാ തുല്യാവുന്നത്? ഇവന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ സെഡും ഇവന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എക്സും ആണ് തുല്യാവുന്നത്.
അല്ലേ? കണ്ടാണോ തന്നിരിക്കുന്നത്? ശരി. അപ്പോ ഈ ക്വസ്റ്റ്യൻ തെറ്റല്ലേ? ഈ ചോദ്യം, ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ചോദ്യത്തിന് ഒരു ചെറിയ തെറ്റുണ്ട് അല്ലേ? ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമുക്ക് എന്തുകൊണ്ട് അത് പറയട്ടെ, ഇത് എന്തുകൊണ്ട് തെറ്റെന്ന് പറഞ്ഞാൽ എന്താ? ഈ ചോദ്യം തെറ്റാണെന്ന് ഞാൻ എന്തുകൊണ്ടാ പറയാൻ കാരണം മനസ്സിലായോ നിങ്ങൾക്ക്? കാരണം ഈ രണ്ട് സൈഡും ആണ് ഈക്വൽ എങ്കിൽ ആംഗിൾ സെറ്റും ആംഗിൾ എക്സും ഈക്വൽ ആവണം. അപ്പൊ ഇത് 100 ആണെങ്കിൽ ഇത് എത്ര തന്നെ ആവണം നേരോ? ഇത് 100 ആവണ്ടേ? അപ്പൊ ടോട്ടൽ എത്ര ആയിപ്പോയി? ടോട്ടൽ 100 100 200 ആയില്ലേ? അപ്പൊ എന്തായിപ്പോയി? ആകെ 150 ഉള്ളൂ. അപ്പൊ ഈ ചോദ്യം തെറ്റാന്ന് മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആ ചോദ്യം ഒന്ന് മാറ്റി പറയാം. ആ ചോദ്യത്തിന് ഞാൻ മാറ്റി പറയാണ്. ആ ചോദ്യത്തിന് നമുക്ക് ഇറാസ് ചെയ്യാം. ആടെ ഈ ഏതെല്ലാം സൈഡ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഈ സൈഡും ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള ചിത്രത്തിന്റെ ലെങ്ത് കുറച്ച് കുറഞ്ഞു പോയതാണ്, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ പേര് കൊടുത്തത്, ഇതിനെ നമ്മൾ എക്സ് കൊടുത്തു, ഇതിനെ നമ്മൾ വൈ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതിനെ നമ്മൾ സെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതെല്ലാം സൈഡ് ഈക്വലി? കാരണം ഇത് ഈക്വൽ ആവിക്കൂടാ. കാരണം എന്താ? ഇത് ഈക്വൽ ഇപ്പൊ കണ്ടല്ലോ, ഈ ആംഗിൾ ഈക്വൽ ആകുമ്പോൾ 100 100 200 ആയിപ്പോ. അപ്പൊ കാര്യം മനസ്സിലായി. സൈഡ് ഈക്വൽ ആയിട്ടുള്ള സൈഡുകൾ അത് രണ്ടും അല്ല. അപ്പൊ നമ്മളിപ്പം എടുക്കേണ്ടത് ഈ സൈഡ് ഈക്വൽ ആയിട്ട്. അപ്പൊ അതിൽ ആംഗിൾ ഈക്വൽ, ഇവന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ സെറ്റും ഇവന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ വൈയും ഈക്വൽ. ഇപ്പൊ 100 ആയിട്ടുണ്ട്. ബാക്കി എത്ര? ബാക്കി 80 ഉള്ളത്, 80 ഉള്ളത്. അത് ഈക്വൽ ആയിട്ട് പോകണം. അപ്പൊ ഇവിടെ 40 വരണം, ഇവിടെ 40 വരണം. ഈക്വൽ സൈഡ് ഏതെല്ലാം അർത്ഥം? ഈ സൈഡും ആണ് ഈക്വൽ ആയിട്ട് വേണ്ടി. ചിത്രത്തിന്റെ അത് ഈക്വൽ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ പോലും ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് അത് രണ്ടുമാണ് ഈക്വൽ. ഓക്കെ, ശരി. നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കണേ. ഇതൊക്കെ അപ്പൊ തന്നെ എഴുതി വെക്കുന്നുണ്ടല്ലോ എല്ലാവരും? ഉണ്ടല്ലോ? ശരി. അപ്പൊ അടുത്ത ചോദ്യം എല്ലാവരും ഈ ചോദ്യം ഒന്ന് എഴുതി വെച്ചേ. വൺ ആംഗിൾ ഓഫ് എൻ ഐസോസെലസ് ട്രയാംഗിൾ ഈസ് 120 ഡിഗ്രി. ഒരു ട്രയാംഗിളിന്റെ അകത്തിൽ ഒരേ ആംഗിൾ എത്ര? 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ട് ആംഗിൾ എത്ര? വാട്ട് ആർ ദ അതർ ടു ആംഗിൾസ്? അടുത്തത് വേറൊരു ചോദ്യം. വൺ ആംഗിൾ ഓഫ് എൻ ഐസോസെലസ് ട്രയാംഗിൾ ഈസ് 90 ഡിഗ്രി. വാട്ട് ആർ ദ അതർ ആംഗിൾസ്? മലയാളം എടുത്ത കുട്ടികൾ ഈ ചോദ്യം എഴുതി വെക്ക്. അതെ, ആ ചോദ്യത്തിന് മലയാളം പോർഷൻ. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോണ് 120 ഡിഗ്രിയാണ്. എന്നാൽ മറ്റു രണ്ട് കോണുകൾ എത്ര? എഴുതി വെക്കുന്നുണ്ടല്ലോ. രണ്ടാമത്തെ ചോദ്യം, ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോണ് 90 ഡിഗ്രിയാണ്. അതിന്റെ മറ്റു രണ്ട് കോണുകൾ ഏതൊക്കെ? ചോദ്യം എഴുതി വെച്ചേ. നമുക്കൊന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഞാൻ അടുത്ത സ്ക്രീനിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്. എഴുതി വെച്ചേ. ഒന്നാമത്തെ ചോദ്യം ഒരാംഗിൾ 120, രണ്ടാമത്തെ ചോദ്യം ഒരാംഗിൾ 90 ഡിഗ്രി. നമുക്ക് ഒരു കാര്യം ചെയ്യാം. അടുത്തതിൽ ഞാൻ ബ്ലാങ്ക് ബോർഡ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഒരു ചിത്രം വരക്കാം. ആദ്യം നിൽക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഐസോസെലസ് ട്രയാംഗിളാണ് വരക്കാൻ പോണേ. ശരി. ഇതിൻ്റെ അകത്ത് ഒരാംഗിൾ എത്രാന്ന് തന്നിട്ടുണ്ട്? ആദ്യത്തെ ചോദ്യത്തിനകത്ത് ഒരാംഗിൾ 120 എന്ന് തന്നിട്ടുണ്ട്. നമുക്കൊരു പേരും കൊടുക്കാതിരിക്കല്ലോ. ഞാൻ ഇവന് എ എന്ന് പേര് കൊടുക്കുന്നു, ഇവനെ ഞാൻ ബി എന്ന് വിളിക്കുന്നു, ഇയാളെ ഞാൻ സി എന്ന് വിളിക്കും. അപ്പൊ ട്രയാംഗിൾ എ ബി സി. ട്രയാംഗിൾ എ ബി സിന്റെ അകത്ത് ഒരാംഗിൾ 120 തന്നിട്ടുണ്ട്. ബാക്കി രണ്ട് ആംഗിൾ എത്രയാണെന്നാ ചോദ്യം. അപ്പൊ സപ്പോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഈ സൈഡ് ഈക്വൽ ആകുമെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അങ്ങനെ ആകുമ്പോ ആംഗിൾ ബിന്റെ അളവും ആംഗിൾ സിന്റെ അളവും എന്താവണം? ഈക്വൽ ആവണം. വേണ്ടേ? അപ്പം 120 120 240 ആയിരിക്കും. അതൊരിക്കലും പോസിബിൾ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ ഏതെല്ലാം സൈഡ് ഈക്വൽ ആവുക? ഈ സൈഡും ആണ് ഈ ട്രയാംഗിളിനകത്ത് ഈക്വൽ ആവാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ എന്താ പറയാ? എ ബി ഈക്വൽ ടു എ സി ആയാൽ, ഇപ്പൊ ഈ ചിത്രത്തിന്റെ അകത്ത് എ ബി ഈക്വൽസ് എ സി ആണ്. അപ്പൊ ഇനി നമുക്ക് ആംഗിൾ പറഞ്ഞൂടെ? അപ്പൊ എന്ന് പറഞ്ഞാൽ എ ബിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ സിയും എ സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ബിയും എന്താവണം? ഈക്വൽ ആവണം. അപ്പൊ 120 അടി ആയില്ലേ? ഒരു ആംഗിൾ 120 അത് പറഞ്ഞില്ലേ? ബാക്കി ആംഗിൾ എത്ര ഉണ്ടാവും നേരം? ബാക്കിയുള്ളത് 180 അല്ലേ ടോട്ടല്? അപ്പൊ 180 120 കുറച്ചാൽ 60 ആണ് ഇനി ബാക്കി വരുന്നത്. 60 ആണ് ബാക്കി വരുന്നത്. ആ 60-നെയാണ് പപ്പാതിയായിട്ട് രണ്ട് സ്ഥലത്തായിട്ട് പോകണം. അപ്പൊ ഓരോ സ്ഥലത്ത് എത്ര ഉണ്ടാവും? 60ന്റെ പകുതിയായിട്ട്. അപ്പൊ പകുതി ഇവിടെ ഉണ്ടാവും. 60ന്റെ പകുതി ഈസ് 30 അല്ലേ? 60ന്റെ പകുതി ഈസ് 30. അതുപോലെ തന്നെ ഇവിടെ എത്ര തന്നെ? 60ന്റെ പകുതി ഈസ് 30. അപ്പൊ 30 കാര്യം മനസ്സിലാവുന്നില്ലേ?
ശരി, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഒരു ആംഗിൾ 90 കുത്തനെ ഉണ്ടാവുന്ന അർത്ഥം. അപ്പൊ ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ സമവാക്യത്തിൽ. ഇതാണ് 90 ഡിഗ്രി. 90 ഡിഗ്രി നമ്മൾ സാധാരണ റൈറ്റ് ആംഗിൾ ഇങ്ങനെയാണ് കാണിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അതിന് പേര് കൊടുക്കാം. ഇവന്റെ പേര് ഞാൻ PQR എന്നാണ്, ട്രയാങ്കിൾ PQR എന്ന പേര് കൊടുക്കുന്നത്. ട്രയാങ്കിൾ PQR. അതിൽ ആംഗിൾ P 90 ഡിഗ്രി. ഏതെല്ലാം സൈഡ് ഈക്വല്? PQ PR ഈക്വല് അല്ലേ? PQ PR ഈക്വല്. അപ്പോ ഈ പിന്നെ ബാക്കി എത്ര ആണുള്ളത്? അപ്പൊ ഇവിടെ 90 ആണെങ്കിൽ ബാക്കിയുള്ളത് 90 ആണ് 180. അപ്പൊ ബാക്കി ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടിയിട്ട്, അതായത് ആംഗിൾ ആറും ആംഗിൾ ക്യൂവും കൂടി കൂട്ടി എത്ര ബാക്കി വരേണ്ടത്? 90 വരേണ്ടത്. കാരണം 90 ആണ് 150. അപ്പൊ 90 വരേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇവന്റെ ഓപ്പോസിറ്റ് ആണ് ആംഗിൾ ആർ, ഇവന്റെ ഓപ്പോസിറ്റ് ആണ് ആംഗിൾ ക്യൂ. അപ്പൊ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ദെർഫോർ ആംഗിൾ ആർ ഈക്വൽ ടു ആംഗിൾ ക്യൂ. അല്ല നമ്മൾ നമ്മുടെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അത് അങ്ങനെയല്ലേ സ്റ്റെപ്പ് എഴുതണം. എന്തെല്ലാം എഴുതുക? എന്തെല്ലാം അതിന്റെ സ്റ്റെപ്പ് എഴുതുക? നമ്മളിപ്പോ ഈ ചോദ്യം ഇപ്പൊ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ ചെയ്യുക. എന്താ എഴുതുക? PQ സമം PR, രണ്ട് സൈഡ് തുല്യം. Therefore ആംഗിൾ R ഈക്വൽസ് ആംഗിൾ Q അല്ലേ? അപ്പൊ ആംഗിൾ P എത്ര തന്നിട്ടുണ്ട്? ആംഗിൾ P സമം 90 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആംഗിൾ ആറും ആംഗിൾ ക്യൂവും കൂടി ആഡ് ചെയ്താൽ, കൂട്ടിയാൽ ബാക്കി എത്ര കിട്ടേണ്ടത്? 90 ആണ്. അപ്പൊ എന്താ പറഞ്ഞാൽ ഇത് രണ്ടു ഭാഗം തുല്യമായിട്ട് പോകണം. Therefore ഇതെത്ര? Therefore നമ്മളെ അല്ലെ, നമ്മളെ ആംഗിൾ ആർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ എത്രയായിരിക്കും? ഇവിടെ എത്രയാണ് ഉണ്ടാവുക? ഇവിടെ ഉണ്ടാവുന്നത് 45 ഡിഗ്രി. ഇവിടെ ഉണ്ടാവുന്നത് 45 ഡിഗ്രി. കാരണം 45 ആണ് 90. 45 + 45 = 90. അപ്പൊ അത് 90, ഇത് 90. അപ്പൊ അത് രണ്ടും കൂടി 90, ആംഗിൾ P 90. ടോട്ടൽ എത്ര ചെയ്യാൻ നേരം? Therefore അപ്പൊ ആൻസർ എഴുതിക്കോളൂ. എന്താ ആൻസർ എഴുതുക? ആംഗിൾ R ഈക്വൽസ് 45 ഡിഗ്രി ആൻഡ് ആംഗിൾ Q ഈക്വൽസ് 45 ഡിഗ്രി. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായിട്ട് വരുവാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. കാണുന്നുണ്ടല്ലോ? ശരി, അപ്പൊ ആ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറഞ്ഞു. സിമ്പിൾ അല്ല ഇത് കാര്യം? മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എന്താ കാര്യം? രണ്ട് സൈഡ് തുല്യമാണെങ്കിൽ ആ രണ്ട് സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ തുല്യം. തിരിച്ചിട്ടും പറഞ്ഞു. എന്ത് പറഞ്ഞു? രണ്ട് ആംഗിൾ തുല്യമാണെങ്കിൽ അവയുടെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഈ രണ്ട് കാര്യം ഓർമ്മിക്കാൻ നമുക്ക് പറ്റൂലേ? ശരി, അടുത്ത കാര്യം വേറൊരു ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാണ്. എന്താ ചോദ്യം? ഇൻ ഫിഗർ ബിലോ, ഈ വേറൊരു ചിത്രം അതിന് കൊടുത്തു. പരീക്ഷയ്ക്ക് വരുന്ന പോലത്തെ ഒരു ചോദ്യമായിരുന്നു. നമുക്ക് നോക്കാം ഇതിന്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. ഇൻ ദ ഫിഗർ ബിലോ O ഈസ് ദി സെന്റർ ഓഫ് ദ സർക്കിൾ. O കാണുന്നില്ലേ? ഒരു സർക്കിളിന്റെ സെന്റർ ആണ്, ഒരു വൃത്തത്തിന്റെ സെന്റർ ആണ് എന്ത്? O. അതിന് മലയാളം വേർഷൻ നെക്സ്റ്റ് സ്ക്രീനിലുണ്ട്, നമുക്ക് അവിടെ നോക്കാം. ആൻഡ് A and B ആർ ദ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. എയും ബിയും സർക്കിളിന്റെ അകത്തുള്ള ഒരു പോയിന്റ് ആണ്. അവിടെ ഒരു കുഞ്ഞു ട്രയാങ്കിളെ ഫോം ചെയ്തിട്ട് കാണുന്നുണ്ട്, ട്രയാങ്കിൾ AOB. നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? കമ്പ്യൂട്ട് ആംഗിൾ A ആൻഡ് ആംഗിൾ B. ആംഗിൾ A ന്റെ ആംഗിൾ B ന്റെ അളവ് കണ്ടുപിടിക്കണം. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇതൊന്ന് എഴുതിയെടുക്ക്. എന്താ എഴുതിയേണ്ടത്? ഇൻ ദ ഫിഗർ ബിലോ O ഈസ് ദി സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് A and B ആർ ദ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ അത് കാണാം. ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവർക്ക് അത് നോക്കാം, അല്ലാത്തവർ എഴുതിയെടുക്കണം. കമ്പ്യൂട്ട് A and B അല്ലേ? ഞാൻ കൂടുതൽ സമയം സ്ക്രീനിൽ ക്വസ്റ്റ്യൻ വെക്കുന്നില്ല, നിങ്ങൾക്ക് റീവൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ശരി. അടുത്ത് അതിന്റെ മലയാളം പോർഷനാണ്. ചിത്രത്തിൽ O വൃത്ത കേന്ദ്രവും AB എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. എന്താ വേണ്ടത്? ആംഗിൾ എയും ആംഗിൾ ബിയും കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം എന്താ ഇവിടുത്തെ ഐഡിയ എന്ന് പറയാം. ഇവിടുത്തെ ഐഡിയ ഞാൻ പറയട്ടെ. AOന്റെ നീളവും OBന്റെ നീളവും ഈക്വൽ ആണ്. എന്തുകൊണ്ട്? AO ഈക്വൽസ് OB ആണെന്ന് ഞാൻ പറയുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? എന്തോ കാരണം വേണ്ട, അല്ലാണ്ട് ഞാൻ പറയില്ലല്ലോ. അത് തന്നെ. അതായത് മുൻപെഞ്ചിരിക്കുന്ന ഒരാളിപ്പം വിളിച്ചു പറഞ്ഞു, സാർ അത് സർക്കിളിനകത്ത് അത് റേഡിയസുകളാണ്. സർക്കിളിന്റെ റേഡിയസ് അല്ലെ? നമ്മൾ സാധാരണ സർക്കിൾ വരക്കുമ്പോൾ ഒരു റേഡിയസ്, ഒരളവിലുള്ള റേഡിയസ് വെച്ചിട്ടല്ലേ വരക്കുക. റേഡിയസിന്റെ അളവ് എല്ലാ സൈഡിലും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോ OAന്റെ നീളവും അതുപോലെ നമ്മുടെ OBന്റെ നീളവും എന്തായിരിക്കും? ഈക്വൽ. അപ്പൊ അത് രണ്ട് ഈക്വലായി. അപ്പൊ ഇനി ബാക്കി നമുക്ക് ഇനിയിപ്പോ അതിന്റെ ആംഗിൾ കണ്ടുപിടിക്കണം. എവിടെ? ഒരു സർക്കിൾ സർ. അപ്പൊ എന്താ സംഭവിച്ചത്? അപ്പൊ നമുക്കിനിപ്പം വേണ്ടത്, അപ്പൊ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ തുല്യം. അപ്പൊ ഈ ആംഗിളും എന്തായിരിക്കും?
ഈക്വൽ ആയിരിക്കും, കാരണം ഇവന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആയും. അപ്പൊ ആംഗിൾ എ സമം അല്ലേ, therefore ആംഗിൾ എ സമം ആംഗിൾ എ ഈക്വൽസ് ആംഗിൾ ബി. അപ്പൊ ഇത് 60 തന്നിട്ടുണ്ട്, ബാക്കി എത്രയുള്ളത്? അപ്പൊ ആംഗിൾ എയും ആംഗിൾ ബിയും കൂടി ആഡ് ചെയ്താൽ ഇപ്പൊ എത്ര കിട്ടേണ്ടത്? ടോട്ടൽ 180 ആനുവേ. 180 അതിന് 60 കുറച്ച് സംഖ്യയായ 120 ആണ് കിട്ടേണ്ടത്. അപ്പൊ അതിനെ പപ്പാതി ആയിട്ട് എത്ര വീതമുണ്ടാവും? അപ്പോ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 120ന്റെ പകുതി, അതായത് 60 ഡിഗ്രി. ആംഗിൾ ബി എത്ര തന്നെ? ആംഗിൾ ബിന്റെ അളവ് എത്ര തന്നെ? 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് 60 ആംഗിൾ, ബാക്കി 120 ഉള്ളത്. അത് രണ്ട് ഭാഗത്ത് ഈക്വൽ ആയിട്ട് പോകണം. അപ്പൊ ഇവിടെ എത്ര ഉണ്ടാവും? ഇവിടെയും 60 ഉണ്ടാവുക, ഇവിടെ എത്ര ഉണ്ടാവുക? 60 ഉണ്ടാവുക. അപ്പൊ നോക്കട്ടെ, അപ്പൊ ഇത് എന്ത് ട്രയാങ്കിളാ? ഇനി നിങ്ങളോട് ചോദിക്കുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഈസ് ദാറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? അത് എന്ത് തരം ട്രയാങ്കിൾ ആണ്, എന്ത് തരം ത്രികോണമാണ് അതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാം. എല്ലാ ആംഗിളും 60 കാണുന്നുണ്ട്. therefore it is an equilateral triangle. ഇതൊരു സമഭുജ ത്രികോണമാണ്, കാരണം എല്ലാ ആംഗിളും 60 60 60 നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു. ശരിയല്ലേ? ശരി. അപ്പൊ അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അടുത്തൊരു ചോദ്യം, ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം ഇതൊക്കെ. ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാം എന്താ ഈ ചോദ്യം. ഈ ചോദ്യത്തോടെ ഞാൻ ഇവിടുത്തെ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാന്ന് നോക്കാം. ഇൻ ദ ഫിഗർ ബിലോ O is the center of the circle. നേരത്തെ പറഞ്ഞ പോലെ ഓ എന്നുള്ള അവിടെ ചെറുങ്ങനെ കാണുന്നുണ്ട്, ഓ എന്നുള്ള കാണുന്നുണ്ട്. O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. ആൻഡ് ABC ആർ ദ പോയിന്റ്സ് ഓഫ് ദ സർക്കിൾ. വാട്ട് ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC? അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ABC കാണുന്നുണ്ട്. നിങ്ങൾ എന്തെല്ലാം ചെയ്യേണ്ടത്? നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് എന്തൊക്കെയാ? ആംഗിൾ ബി എത്ര, അതുപോലെ ആംഗിൾ എ എത്ര, ആംഗിൾ സി എത്ര എന്നാ ചോദ്യം. നമുക്ക് നോക്കാം. ശരി, എല്ലാവരും ചിത്രം വരച്ചു വെക്കണേ. ടെക്സ്റ്റ് ബുക്കിനകത്ത് നോട്ട്ബുക്കിന്റെ അകത്ത് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആകുമ്പോൾ വീഡിയോ പോസ് ഒക്കെ ചെയ്തിട്ട് യൂട്യൂബ് വീഡിയോ മാഷിന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാനുള്ള സൗകര്യമുണ്ട്. ശരി, നമ്മൾ സമയം കളയുന്നില്ല. അതിന്റെ മലയാളം വേർഷൻ ആയിരുന്നു. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും ABC എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ത്രികോണം ABCയിലെ എല്ലാ ആംഗിളുകളും എത്രയാണെന്ന് പറയണം. നോക്കാം. ശരി, ഇവിടെ നമുക്ക് അറിയേണ്ട കാര്യം, ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ സെൻട്രലിൽ അപ്പുറം ഇപ്പുറം 120 തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അറിയേണ്ടത് എന്താ? നമ്മൾ അറിയേണ്ടത് ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ എത്ര എന്ന് അറിയണം. ഇത് എത്ര ആംഗിൾ? അപ്പൊ അവിടെ ഒരു കാര്യം അറിയണം. എന്താ അറിയേണ്ടത്? ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ്, ഒരു പോയിന്റിന്, ഈ ഒരു പോയിന്റ്, ഇപ്പൊ ഇവിടെയുള്ള ഈ ഒരു പോയിന്റ്, ആ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിന് അറൗണ്ട് എ പോയിന്റ് ഈസ് ദ ആംഗിൾസ് അറൗണ്ട് എ പോയിന്റ് ഈസ് 360 ഡിഗ്രി. അതായത് ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള പിന്നെ ആംഗിളുകളുടെ തുക എന്ന് പറയുന്നത് 360 ആണ്. അപ്പോ ഇവിടെ എത്ര തന്നിട്ടുണ്ട്? ഇവിടെ ഇപ്പൊ എത്രയായിട്ടുണ്ട്? ഇവിടെ ഒരു 120, ഇപ്പുറം 120 കൂട്ടിയാൽ എത്ര? 140 ആണ്. സോറി, 240 ആണ്. ബാക്കി എവിടെ ഉണ്ടാവും? അപ്പൊ ഇവിടെ എത്ര ഉണ്ടാവും? 240 120 കൂട്ടിയാലാണ് 360 ആവുക. അപ്പൊ ഇതും എത്ര തന്നെ? 120. കാര്യം മനസ്സിലായല്ലോ? ഞാനിപ്പോ പറഞ്ഞൊരു ചെറിയ കാര്യം എല്ലാവരും എഴുതി വെക്കുക. ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് 120 ഡിഗ്രി. അത് നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് എന്റെ കയ്യിൽ ഇല്ലാതായിപ്പോയി. നമ്മളിപ്പോ ഒരു പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടറിന്റെ ടോട്ടൽ അളവ് എത്രയാ? എല്ലാവർക്കും അറിയില്ലേ? 180 ഡിഗ്രിയാണ്. വേറെ എടുത്തിരിക്കുന്ന ചങ്ങായിന്റെ അടുത്തും കൂടി ഒരു പ്രൊട്രാക്ടർ വാങ്ങാം. അപ്പൊ രണ്ട് പ്രൊട്രാക്ടർ, ഒന്നിങ്ങനെ, ഒന്ന് മേലോട്ടും ഒന്ന് താഴോട്ടും വെക്കുക. രണ്ടും കൂടി ആകുമ്പോൾ എന്താ കിട്ടുക? സർക്കിൾ കിട്ടൂലേ? രണ്ട് പ്രൊട്രാക്ടർ താഴെയും മേലെയും വെച്ചിട്ട് അടുപ്പിച്ച് വെച്ചാൽ വലിയ സർക്കിൾ കിട്ടുക. നമുക്കറിയാം മേലത്തെ പ്രൊട്രാക്ടറിന്റെ ടോട്ടൽ അളവ് 180 ആണ്. താഴത്തെ പ്രൊട്രാക്ടറിന്റെ അളവോ അതും 180 കൂട്ടുമ്പോൾ 360. അപ്പൊ അതാണ് നമ്മൾ പറയുക സർക്കിളിന്റെ അളവ്. The measurement of a circle is 360 degree. Angle of measurement of a circle is 360 degree. അതിനിടെ പറയുന്നത് അവിടെ ഇപ്പം സെന്ററിൽ ഇപ്പൊ ഒരു വട്ടം കണ്ടെങ്കിൽ ഒരു ഫുൾ വട്ടല്ലേ, അത് സർക്കിൾ അല്ലേ അത്. അപ്പൊ അതിന്റെ ടോട്ടൽ എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 120 240, ബാക്കി 120 അവിടെ ഉണ്ടാവും. ശരി, ഏതായാലും ഇനി അടുത്ത കാര്യത്തിലേക്ക്. നമുക്ക് വേണ്ടത് ഇപ്പുറത്തെ ആംഗിൾ ആണേ. അപ്പൊ ഇനി അടുത്തത് ഞാൻ പറയുന്നത് OBന്റെ നീളവും OCന്റെ നീളവും ഈക്വൽ. എന്തുകൊണ്ട്? വൈ? ഞാനിവിടെ പറയുന്നത് OBന്റെ നീളവും OB സമം OC. അപ്പൊ ആദ്യം ഇവിടെ പറഞ്ഞു വെച്ചു ആംഗിൾ BOC സമം 120 ഡിഗ്രി എന്ന് നമ്മൾ എഴുതി വെച്ചു. ഇനി പറയുന്ന ആംഗിൾ OBയും OCയും തുല്യം. OBയും അല്ലെ, അതെന്തുകൊണ്ടാണ്? റേഡിയസ് ആയതുകൊണ്ട്. ഇതിന്റെ റേഡിയസ്, ഇതിന്റെ റേഡിയസ്. അതുകൊണ്ട് നമ്മൾ ഇപ്പം പഠിച്ച പോലെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള ഈ കുഞ്ഞു കഷ്ണ ആംഗിളും അതുപോലെ അല്ലെ. അപ്പൊ എന്തെല്ലാം നമ്മൾ പറഞ്ഞത്? അതായത് ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ ഈ കുഞ്ഞു കഷ്ണ ആംഗിളും പിന്നെ ഇവിടുത്തെ
ഇവിടുത്തെ ഈ കുഞ്ഞിക്കണ്ണ ആംഗിളും ഇവിടുത്തെ കുഞ്ഞിക്കണ്ണ ആംഗിളും ഈക്വൽ. അപ്പൊ എത്ര വീതം ഉണ്ടാവും? നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചാൽ അതൊക്കെ. അപ്പൊ ഇവിടെ ഈ ട്രയാങ്കിളിന്റെ അകത്ത് അല്ലെ BOC എന്ന ട്രയാങ്കിളിന്റെ അകത്ത് ഒരു ആംഗിൾ 120, ബാക്കി 60 വരേണ്ടത്. 60 അപ്പൊ ഈക്വൽ ആയിട്ട് പോകണം. കാരണം ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അപ്പൊ ഇത് എത്ര ഉണ്ടാവും നേരം? അപ്പൊ ഈ ആംഗിൾ 30 ഉണ്ടാവും, ഈ ആംഗിൾ 30. 60 പപ്പാതിയാക്കുമ്പോൾ 30 and 30. ഇപ്പൊ 30 60 അടയായേ. അതേപോലെ ഇനിയിപ്പോ ഈ സൈഡിലെ ട്രയാങ്കിൾ നോക്ക്, ഈ സൈഡിലെ ട്രയാങ്കിൾ AOC നോക്ക്. അതേ കാരണം തന്നെ ഇത് OC എന്നുള്ളതും OA എന്നുള്ളതും ഈക്വൽ. OCയും OAയും ഈക്വൽ, കാരണം അത് 2 റേഡിയസ്. അപ്പൊ ഇവന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ കഷ്ണം, ഇവിടുത്തെ ചെറിയ കഷ്ണവും ഇവന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ചെറിയ കഷ്ണം ഈക്വൽ ആണ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ 120 കിട്ടിയിട്ട് ബാക്കിയാണ് ഈക്വൽ ആയിട്ട് പോവുക. അപ്പൊ 60 ബാക്കി, 60 ഈക്വൽ ആയിട്ട് പോകുമ്പോൾ 30, ഇവിടെയും 30 അല്ലേ? അതിന് ഇപ്പുറത്തെ ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ? ട്രയാങ്കിൾ AOBന്റെ അകത്ത്. അതൊക്കെ നിങ്ങൾ എഴുതിക്കൊള്ളണം, എഴുതുമ്പോൾ എഴുതിക്കൊള്ളണം അതൊക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് ഈ 2 സൈഡ് ഈക്വൽ, കാരണം OB and OA ആർ ഈക്വൽ ബിക്കോസ് ദേ ആർ റേഡിയസ്. ആരങ്ങൾ, റേഡിയസ് നമ്മൾ പറഞ്ഞ മലയാളത്തിൽ എന്താ പറയാ? വൃത്തത്തിന്റെ ആരം. വൃത്തത്തിന്റെ ആരങ്ങളുടെ നീളങ്ങൾ തുല്യം. അപ്പൊ ഇതിന്റെ, അതായത് ഈ കുഞ്ഞു കഷ്ണ ആംഗിളും ഈ കുഞ്ഞു കഷ്ണ ആംഗിളും ഈക്വൽ. കാരണം ഈ രണ്ട് സൈഡ്, അതായത് OA and OB ആർ ഈക്വൽ ആണെങ്കിൽ അവയുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ ഇപ്പൊ പറഞ്ഞു 120 ഡിഗ്രി ഉണ്ട്, ബാക്കി 60 ഉണ്ടാവുക. അത് ഈക്വൽ ആയിട്ട് പോകുമ്പോൾ ഇവിടെ 30, ഇവിടെ 30 അല്ലേ? ഇനി നിങ്ങളോട് ചോദിച്ചു എന്താ ട്രയാങ്കിൾ ABCന്റെ കോണുകൾ എത്ര? ടോട്ടൽ നോക്കിയാൽ മതി. എത്ര? 30 30. അപ്പൊ നമ്മൾ ഇവിടെ ഉത്തരം എഴുതുന്നത് എന്താ? ഉത്തരം എഴുതുക ആംഗിൾ A ഈക്വൽസ് 30 30 എത്ര? 60 ഡിഗ്രി. ഇനി ആംഗിൾ B എത്ര? ആംഗിൾ B ഈക്വൽ ടു അതും അങ്ങനെ 30 30 60 ഡിഗ്രി. ഇനി ആംഗിൾ C എത്ര? അത് എത്ര തന്നെ? അതും 60 ഡിഗ്രി. കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ? ഇവിടെ അറിയാനുള്ള നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ത് കാര്യം? ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ്, ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിളുകൾ, അതായത് ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ മെഷർമെന്റ് ഈസ്, അതിനിങ്ങനെ നമ്മൾ സാധാരണ മാത്തമാറ്റിക്കൽ ഭാഷയിൽ അങ്ങനെ പറയാം, ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് 360 ഡിഗ്രി. അപ്പൊ 360 ആയതുകൊണ്ടാണ് അവിടെ 120 120 വന്നു, 240 ബാക്കി 120. ശരി, ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും നമുക്ക് ഇനിയിപ്പോ ഒരു ക്ലാസ്സും കൂടി എടുത്താൽ നമുക്ക് ഈ പാഠം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത പീരീഡും കൂടി, അടുത്ത ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ പാഠവുമായിട്ട് തന്നെ എത്തിച്ചേരും. അപ്പൊ അടുത്ത ക്ലാസ് കാണുന്നവരെയും നമുക്ക് ശരി. അപ്പൊ താങ്ക് യു ഫോർ until next class. ഓക്കെ, ശരി. സോ സീ യു ഓൾ. ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല്, പിന്നെ കാണാത്തവര് നിർബന്ധമായിട്ടും പിന്നെ പഴയ ക്ലാസ്സുകൾ പോയിട്ട് കാണണം. അപ്പം പരീക്ഷയ്ക്ക് വരാൻ പോവുകയാണ്. ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ഓൺലൈൻ എക്സാം ഒക്കെ നമ്മൾ സംഘടിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ നേരത്തെ പിന്നെ കണ്ടു നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പോയിട്ട് മാഷിന്റെ വീഡിയോസ് ഒന്നുകൂടി പോയിട്ട് കാണണം. അതിൽ സുധി സാർ എന്നാണ് അതിന്റെ പേര്, SUDHY സ്പേസ് SIR. ഏതായാലും അത് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അവിടെ അമർത്തുകയും ചെയ്യും. ഏതായാലും എല്ലാവരും പിന്നെ കൊറോണയൊക്കെ കരുതിയിരിക്കുക, സുരക്ഷിതരായിരിക്കുക. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് അറിയുന്നതാണ് ഞങ്ങളുടെ അധ്യാപകർക്ക് സന്തോഷമുള്ള കാര്യം. അപ്പോൾ നമുക്കിനി അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണുന്നവരെയും ഞാൻ നിങ്ങളോട് ബൈ പറഞ്ഞു പിരിയുന്നു. നിങ്ങളുടെ സ്വന്തം സുധി സാർ.